ഇനി ഇവിടെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ പൊടിച്ച പഞ്ചസാര എടുക്കുകയെന്നുണ്ടെങ്കിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കുക. ഇത് കുറേശ്ശെയായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കോഴിമുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു ക്രീം പോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറേ നേരം ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇത്ര മതി. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീറ്റ് ഇനി വേണ്ട, ഞാൻ വിസ്ക് വെച്ചിട്ടാണ് ചെയ്യണേ. അപ്പോൾ ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് 3 തവണയായിട്ട് ചേർത്തിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് വൺ സൈഡിലേക്ക് മാത്രം, അതായത് ഒരു സൈഡിലേക്ക് മാത്രം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്യണ്ട. നമുക്ക് ഈ മൈദയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുക വേണ്ട കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ഒരു സൈഡിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണ് ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുള്ളത് വേണം ചേർത്ത് കൊടുക്കുക. പാലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാലാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരും. ഒന്ന് നല്ല മോയ്സ്റ്റ് ആവാനും ചൂടുവെള്ളം മതി കേട്ടോ. നമുക്ക് ലാസ്റ്റ് ബാച്ച് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കേക്കിൻ്റെ മിക്സ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. കട്ടിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതേപോലെ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ബീറ്റർ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരുപാട് ബീറ്റ് ചെയ്ത് കൊടുക്കരുതെന്ന് മാത്രം. ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാനേ പാടുള്ളൂ. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി മോൾഡിലേക്ക് മാറ്റാം. ഞാനിവിടെ 7.5 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 8 ഇഞ്ചിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 7.5 ഇഞ്ച് മോൾഡിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ തടവി ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ബാറ്റർ ഒന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിലെ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 35 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് നന്നായിട്ടൊന്ന് തീ നല്ല കുറച്ചിട്ട് വേണ്ട ചെയ്യാനായിട്ട്. ഒന്ന് നമുക്ക് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. കൈവിടാതെ ഇളക്കിയിട്ട് ഇതേപോലെ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. നമ്മുടെ കേക്ക് ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഫ്രോസ്റ്റ് ചെയ്യാം. ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം, 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടെ നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റിൻ്റെ ആ ഒരു സിറപ്പ്, ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റ് ഗനാഷ് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ഇതിലേക്കൊന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കേക്ക് ഇളകി പോകാതിരിക്കാനാട്ടോ. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ടോപ്പ് ഭാഗമാണ് വെച്ച് കൊടുക്കണേ. ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ടായി പോയിട്ടാ. നമുക്ക് ക്രീം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 6 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 1 കപ്പ് വെള്ളം കൂടി ഒരു കഷ്ണം പട്ടയിട്ട് നന്നായി തിളപ്പിച്ചതാണ്. ഇത് നമുക്ക് കേക്കിലേക്ക് സോക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ കുപ്പിയിലാക്കിയിട്ട്, അതായത് നിറച്ച് തുളയിട്ടിട്ടുള്ള ഒരു കുപ്പിയിലാക്കിയിട്ട്
നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ക്രീം വയ്ക്കുമ്പോൾ നമ്മൾ ഈ പൊട്ടിയ ഭാഗമൊക്കെ കാണില്ല കേട്ടോ. അപ്പോൾ പൊട്ടിയെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട, അതൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അതൊന്നും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ഒരു കിറ്റ്കാറ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. ഇനി അത് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ആ ലെയറും കൂടെ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. കേക്ക് ഫുള്ളായിട്ട് നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഞാനിവിടെ 9 പാക്കറ്റ് കിറ്റ്കാറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് 30 രൂപയുടെ, പിന്നെ കൂടാതെ 20 രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 30 രൂപയുടെയിൽ 4 കിറ്റ്കാറ്റ് ഉണ്ടാവും കേട്ടോ. അതുപോലെ 20 രൂപയുടെയിലാവുമ്പോൾ 2 കിറ്റ്കാറ്റാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ടോട്ടൽ അത്ര ചിലവ് വരും. ആ 2 കിറ്റ്കാറ്റ് ലെയറിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വാങ്ങാം, നിങ്ങളുടെ കേക്കിനനുസരിച്ച് വലിപ്പത്തിനനുസരിച്ച്. അപ്പോൾ ഞാനിവിടെ ഒരു 9 പാക്കറ്റ് ജെംസും കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ജെംസിന് 10 രൂപയാണ് കേട്ടോ. 10 രൂപയുടെ പാക്കറ്റാണ് ഞാൻ ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കേക്കിനനുസരിച്ച് വാങ്ങിക്കുക. കേക്ക് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കിറ്റ്കാറ്റാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെച്ചെങ്കിൽ ചിലപ്പോൾ ഗ്യാപ്പ് വരും. അല്ലാന്നുണ്ടെച്ചെങ്കിൽ ഒരു കിറ്റ്കാറ്റ് ശരിക്കും വെച്ച് ഒരു കിറ്റ്കാറ്റ് തല തിരിഞ്ഞ് വെക്കാനൊന്നും പാടില്ല. കറക്റ്റ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കേക്ക് നല്ല എന്താ പറയുക ഷേപ്പായിട്ട് തന്നെ ഇരിക്കുക എന്നുണ്ടെച്ചെങ്കിൽ മാത്രമേ ശരിക്കും ഇരിക്കുള്ളൂ കേട്ടോ കിറ്റ്കാറ്റ്. ഇല്ലെങ്കിൽ ഒരു ഭാഗം ഉന്തിയിട്ടൊക്കെ നിൽക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഒക്കെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു റിബൺ വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ റിബൺ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുമ്പൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തുമ്പ് അങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മീതയ്ക്ക് ജെംസ് ആണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 9 പാക്കറ്റ് 10 രൂപയുടെ 9 പാക്കറ്റ് ജെംസാണ് കേട്ടോ എടുത്തിരിക്കണേ. അത് നമുക്ക് നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ബർത്ത്ഡേ കേക്ക് ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. എനിക്കൊരു ഓർഡർ വന്നിട്ടുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ മീതയ്ക്ക് ഞാനിവിടെ ഫോണ്ടൻറ്റിൽ പേര് എഴുതിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. കേക്ക് വയ്ക്കുമ്പോൾ നോക്കി വെക്കുക.